PSQ 3F, there is a mechanism for analysis of data which result in identifying opportunities for improvement. നമ്മൾ തുടക്കം മുതൽ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണല്ലോ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത്. അതിന് ഡേറ്റ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അനലൈസ്ഡ് ഡേറ്റ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രിവെൻഷനോ കറക്റ്റീവ് മെഷേഴ്സോ എടുക്കുമ്പോൾ ആ അനലൈസ് ചെയ്ത ഡേറ്റ ആക്യുറേറ്റ് ആണോ എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചില കൃത്യമായ ബെഞ്ച് മാർക്കുകൾ തന്നിട്ടുണ്ട്. ഇത്രയധികം ഡേറ്റാസ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്നത് നമുക്ക് കറക്റ്റീവ് പ്രിവെൻറ്റീവ് ആക്ഷൻസിലേക്ക് പോകാം. ചില സമയത്ത് അത്രയും ഡേറ്റ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഡേറ്റ ഉപയോഗിക്കപ്പെട്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇനി കൃത്യമായിട്ടുള്ള ഡേറ്റ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി, ആ ബെഞ്ച് മാർക്ക് മീറ്റ് ചെയ്യുന്നുണ്ട് ഓൾവേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് മോണിറ്ററിങ് വേണമെങ്കിൽ കുറയ്ക്കാം. ചില കാര്യങ്ങളിൽ നമ്മൾ അതിൻ്റെ ഡേറ്റ ആവശ്യത്തിന് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി ഓഫ് മോണിറ്ററിങ് കൂട്ടാം. സോ PSQ 3F, there is a mechanism for analysis of data which in identifying, നമ്മൾ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. നമ്മുടെ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമുക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റിന് എടുക്കുന്ന ഡേറ്റ ഒരു സഫിഷ്യൻ്റ് ആണോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഓരോ ബെഞ്ച് മാർക്കുകൾ ഫിക്സ് ചെയ്താണ് നമ്മൾ പോകേണ്ടത്. ആ ബെഞ്ച് മാർക്ക് മീറ്റ് ചെയ്ത കാര്യങ്ങളിൽ ഫ്രീക്വൻസി കുറയ്ക്കാം. അതർവൈസ് വി ക്യാൻ ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് മോണിറ്ററിങ്. അപ്പോഴാണ് കൂടുതൽ ഡേറ്റ നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് കിട്ടുക. ആ ഡേറ്റ അനലൈസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്. PSQ 3F, there is a mechanism for analysis of data which result in identifying opportunities of improvement.